ഇഷ്ടമനുസരിച്ച് ഭർത്താവ് അവളുടെ ഇഷ്ടങ്ങൾ ക്രമീകരിക്കുക. ഭർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഭാര്യ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ക്രമീകരിച്ച്, അതായത് 1 by 1 ക്വസ്റ്റ്യൻ ഈ മോണിറ്ററിൽ തെളിഞ്ഞു വരും. 4 ഓപ്ഷൻസ് ഉണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ക്രമീകരിക്കാം. നിങ്ങളുടെ ഇഷ്ട സംഗീത ഇനത്തെ തെരഞ്ഞെടുത്ത് ക്രമീകരിക്കുക. ലാൽമോൻ ക്രമീകരിച്ച സംഗീത ഇനങ്ങളിൽ 4-നെയും ഹ്യൂമി കണ്ടെത്തി. ദീപു ക്രമീകരിച്ച സംഗീത ഇനങ്ങളിൽ 4-ഉം അനു കണ്ടെത്തി. പ്രമോദ് ക്രമീകരിച്ച സംഗീത ഇനങ്ങളിൽ 4-ൽ 2 മാത്രമേ രമ്യയ്ക്ക് കണ്ടെത്താനായുള്ളൂ. ചോദ്യം നമ്പർ 2. നിങ്ങളുടെ ചുമരുകൾക്ക് നൽകുവാൻ ഇഷ്ടപ്പെടുന്ന നിറങ്ങൾ നിങ്ങളുടെ പരിഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഹ്യൂമി ക്രമീകരിച്ച 4 നിറങ്ങളിൽ 2 എണ്ണം മാത്രമേ ലാൽമോൻ കണ്ടെത്തിയുള്ളൂ. അനു ക്രമീകരിച്ച 4 നിറങ്ങളിൽ 1 എണ്ണം മാത്രമേ ദീപുവിന് കണ്ടെത്താനായുള്ളൂ. രമ്യ ക്രമീകരിച്ച 4 നിറങ്ങളിൽ 2 എണ്ണം മാത്രമേ പ്രമോദ് കണ്ടെത്തിയുള്ളൂ. അങ്ങനെ നിങ്ങൾ 3 ദമ്പതിമാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ നൽകി. ഇനി നമുക്കൊന്ന് റിസൾട്ട് കാണാം. റെഡിയാണോ? 6 പോയിന്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ലാൽമോൻ ആൻഡ് സെമി. 5 പോയിന്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ദീപു ആൻഡ് അനു. 4 പോയിന്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് പ്രമോദ് ആൻഡ് രമ്യ. നിങ്ങൾ ഇപ്പോൾ ഈ റൗണ്ടിൽ നിന്ന് എലിമിനേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എങ്കിലും വിവൽ ഹണിമൂൺ ട്രാവൽസ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഒരു ഡിസൈനർ ഡിന്നർ സെറ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് വാങ്ങിക്കാനായിട്ട് പ്ലീസ് വന്നാലും. താങ്ക് യു. ഓക്കെ, ഹാപ്പി ജേർണി. ഓക്കെ, എല്ലാവർക്കും സുഖം. താങ്ക് യു. ഈ ഹണിമൂൺ സ്വപ്നം പൊലിഞ്ഞു പോയെങ്കിലും സംഗീതം ഇവർക്ക് സാന്ത്വനമേകിയേക്കും. അടുത്ത റൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരസ്പര ധാരണ. ഈ പരസ്പര ധാരണ എത്രമാത്രം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന റൗണ്ടാണ് അടുത്ത റൗണ്ട്. അതാണ് എനിക്കറിയാം നിനക്കറിയാം. ഈ റൗണ്ടില് 3 ചോദ്യങ്ങളാണ്. ഞാൻ ചോദ്യം ചോദിച്ചാൽ, അല്ലെ ചോദ്യം LED വരും. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരാണ് ആദ്യമേ ബസർ പ്രസ് ചെയ്യുന്നത്, ആ ആൾക്കാണ് ആ ചോദ്യത്തിന് ആൻസർ പറയാനുള്ള ചാൻസ്. ഇപ്പൊ ഉദാഹരണത്തിന് ലാൽമോനാണ് ആദ്യമേ കയറി ബസർ അമർത്തിയത് ചോദ്യം ചോദിച്ചെങ്കിൽ ലാൽമോൻ അല്ല ആൻസർ പറയേണ്ടത്, ഹ്യൂമി വേണം ആൻസർ പറയാൻ. അതാണ് ഇതിൻ്റെ അകത്തെ ഗെയിമിൻ്റെ ഒരു പ്ലേ. ചോദ്യത്തിലേക്ക് കിടക്കാവോ? ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ ഏത്? അങ്ങനെ ലാൽമോൻ പ്രസ് ചെയ്തിരിക്കുകയാണ്. ഹ്യൂമിയാണ് ആൻസർ പറയേണ്ടത്. ഏതാണ് ആ സിനിമ? ഹ്യൂമി പറഞ്ഞത് ചെമ്മീൻ. ശരിയാണോ? യെസ്, ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം നമ്പർ 2. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ കൊണ്ടാടുന്ന പ്രസിദ്ധമായ ഉത്സവം ഏത്? ദീപു പ്രസ് ചെയ്തു. അന്നേരം അന്നുവാണ് ആൻസർ പറയുന്നത്. ഏതാ? ആറ്റുകാൽ പൊങ്കാല. ഉത്തരം ശരിയാണ്. ഇനി ഒരൊറ്റ ചോദ്യോടെ അവശേഷിക്കുന്നു. ഈ ചോദ്യം കറക്റ്റ് വായിച്ചു നോക്കിയിട്ട് വേഗം വേണം ആൻസർ ചെയ്യാൻ. കാരണം ഇതിലാണ് നിങ്ങളുടെ 2 പേരുടെയും കാര്യം നിൽക്കണം. പിന്നെ കളി മുന്നോട്ട് പോകുന്ന ഫൈനൽ റൗണ്ടിലേക്ക് വരുന്ന കാര്യം. ചോദ്യം നമ്പർ 3. ബുക്കർ സമ്മാനം നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകം എഴുതിയ മലയാളി ആര്? അല്ല, ഹ്യൂമി ഏതാ? ആരാണ് ആ മലയാളി? ഉറപ്പാണ്? ഉറപ്പല്ലേ? അരുന്ധതി റോയ്. അത് ശരിയാണ്. എനിക്കറിയാം നിനക്കറിയാം എന്ന ഈ റൗണ്ടിൽ
3 ചോദ്യങ്ങളായിരുന്നു. ആ 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ 2 ചോദ്യങ്ങൾക്കും അവർ ആൻസർ നൽകി. ഒരു ചോദ്യത്തിന് നിങ്ങളും ആൻസർ നൽകി. നമുക്കറിയാം എന്താണ്, എങ്കിലും അതിന് അതിൻ്റെതായ ഒരു ഫോർമാലിറ്റി ഉണ്ട്. അതുകൊണ്ട് സ്കോർ എന്താണ് 2 പോയിന്റ്സ് നേടിയിരിക്കുന്ന ലാൽമോനും ഫ്യൂമിയാണ് ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വെച്ച് ഈ എനിക്കറിയാം നിനക്കറിയാം എന്ന് പറയുന്ന ഈ ഗെയിമിലൂടെ നിങ്ങൾ എലിമിനേറ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങളെ വെറും കൈയോടെ അയക്കുന്നില്ല. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് നിങ്ങൾക്കായിട്ടുണ്ട്. ആ പാക്കേജ് എന്താണെന്ന് നമുക്കത് കാണാം. ഹണിമൂൺ ട്രാവൽസ് നിങ്ങൾക്ക് ഇരുവർക്കുമായി ഒരുക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ കായലോര ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു രാത്രി എയർ കണ്ടീഷൻ ഡീലക്സ് ഹൗസ് ബോട്ടിൽ കഴിയുവാനുള്ള അവസരം. കായൽ രുചികൾ ആസ്വദിച്ചുകൊണ്ട് ഒരു സ്വാദിഷ്ടമായ ലഞ്ചും ഞങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു. കായൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് നീളുന്ന ഈ യാത്ര കായൽ മധ്യത്തിൽ നിർത്തുന്നത് വരെ തുടരുന്നു. രാത്രി വിഭവ സമൃദ്ധമായ ഒരു കാൻഡിൽ നൈറ്റ് ഡിന്നർ. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിനും നിലാവിൽ കുളിച്ചു കിടക്കുന്ന കായലിനും മധ്യത്തിലായി ഒരു രാത്രി നിങ്ങൾക്ക് സ്വന്തം. കുമരകത്തിൽ പോയിട്ടുണ്ടോ? ഹൗസ് ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഒരു സന്തോഷകരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയാണ് ആ സമ്മാനം വാങ്ങാൻ നിങ്ങൾ വന്നാൽ. ഹാപ്പി ജേർണി. ബോട്ട് യാത്രയും അടിപൊളിയാണ്. കരിമീൻ എല്ലാം നിങ്ങളുടെ ഉത്തരം ഫുഡാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ. കുമരകത്തിലെ കായുണ്ണി ഇവരുടെ സ്നേഹഗീതം പാടിയൊഴുകട്ടെ. ലാൽമോനും ഫെമിയും ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എന്റെ ചോദ്യങ്ങൾക്ക് SMS-ലൂടെ ശരിയായ ഉത്തരം അയക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ. ഇന്നത്തെ ചോദ്യം: ഡൽഹിയിലെ ബഹായി ക്ഷേത്രം ഏത് പൂവിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? A. റോസ്, B. ലില്ലി, C. താമര, D. മുല്ല. ശരി ഉത്തരം അയക്കുന്ന 3 പേർക്ക് ജോസ്കോ ജുവലേഴ്സിന്റെ വക 4999 രൂപ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി ലഭിക്കുന്നതാണ്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT സ്പേസ് ABC അല്ലെങ്കിൽ D സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. ഉത്തരം SMS-ലൂടെ അയക്കേണ്ട നമ്പർ 58585. SMS അയക്കേണ്ട സമയം നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രം. വിവൽ ഹണിമൂൺ ട്രാവൽസിന്റെ ഒരു കൊച്ചു ബ്രേക്ക്. India's largest FM network, Super Hits 93.5 Red FM. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. Satin Soft ചർമ്മം. വിവൽ സാറ്റിൻ സോഫ്റ്റ് ആലോവേരയും വിറ്റമിൻ ഇയും അടങ്ങിയത്. ഇത് നിങ്ങൾക്ക് നൽകുന്നു ടോട്ടൽ കെയർ. ഇതിലെ ആക്റ്റീവ് പ്രോ എൻ ചർമ്മത്തിന് നൽകുന്നു പോഷണം, സംരക്ഷണം, മോയ്സ്ചറൈസേഷൻ. നിങ്ങൾക്ക് ലഭിക്കും ബേബി സോഫ്റ്റ് ചർമ്മം. വിവൽ സാറ്റിൻ സോഫ്റ്റ് ബൈ ITC. കൊടുങ്ങല്ലൂരിൽ ലക്ഷ്മി ജ്വല്ലറിയുടെ പുതിയ വലിയ ഷോറൂം ഞങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷ്മി ജ്വല്ലറി ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് പുതിയ വലിയ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. വിവാഹം സംഗീതം പോലെയാണ്. 2 ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്ന